അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ആൾക്കാർ ജാറ സംസ്കാരത്തിന്റെ ആൾക്കാർ എന്താണോ പറയുന്നത് അതേ വാക്കാണ് അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരുടെ വിഗ്രഹങ്ങളെ സംബന്ധിച്ചും പറഞ്ഞത്. അവരുടെ വിഗ്രഹങ്ങൾ ആരായിരുന്നു? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ആ മഹത്തുക്കളുടെ വിഗ്രഹങ്ങൾ. അതേ വാക്കാണ് ഇന്നും പറയുന്നത്. അപ്പൊ ഈ മഹത്തുക്കളിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുലേക്ക് അടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ എന്തൊരു കാര്യത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായത് അതിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസം വരും. അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. മറ്റൊരായത്തിൽ അള്ളാഹു പറയാണ് വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്തുകൾ ചെയ്യുന്നു. ആദ്യത്തെ ആയത്ത് ആ ഓതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തല്ല, ആ മക്കത്തെ മുശ്രിക്കീങ്ങൾ കഅബക്ക് ചുറ്റും വെച്ച വിഗ്രഹങ്ങൾ ഒരു